ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഭാരതം എന്ന പേര് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ്. ഭാരതം എന്ന പേര് എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥകൾ ഒന്ന് പറയുന്നത് കാളിദാസൻ എഴുതിയ ശാകുന്തളം. ആ ശാകുന്തളത്തിൽ ദുഷ്യന്തൻ്റെ മകൻ ഒരു ഭരതൻ ഇന്ത്യ ഭരിച്ചിരുന്നു. അപ്പം അങ്ങനെ ആ ഭരതൻ്റെ പേരിലാണ് ഭാരതം ഉണ്ടായതെന്നാണ്. അപ്പം ഇവിടെ ഒരു ഇല്ലോജിക്കൽ പോയിൻ്റ്, ദുഷ്യന്തൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു. അത് ദുഷ്യന്തൻ വളരെ ഫേമസ് ആണ്. എന്നാൽ ഭരതനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ അത്ര ഫേമസ് അല്ല. പിന്നെ എങ്ങനെയാണ് അപ്പോൾ ദുഷ്യന്തൻ്റെ പേരിലല്ലേ രാജ്യം വരേണ്ടത്, ഭരതൻ്റെ പേരിലല്ലല്ലോ. അപ്പം അപ്രധാനമായ ഒരു രാജാവിൻ്റെ പേരിലാണ് ഭാരതം എന്ന പേരുണ്ടായി എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. അടുത്ത കഥ പറയുന്നത് വേറൊന്നാണ്. അതൊരു ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഓരോ മതത്തിലും ഇടപെട്ട് ആ മതം എങ്ങനെയാണ് നശിപ്പിക്കുന്നത്, അതെങ്കിൽ ഇവരുടെ രീതിയാണ്, ബ്രാഹ്മണരുടെ രീതിയാണ്. അങ്ങനെ ജൈനമതത്തിലും ഇടപെടൽ നടത്തി. അതിനെക്കുറിച്ച് കഥ എങ്ങനെയാണ്, ജൈനമതം എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയാം. 6-ാം നൂറ്റാണ്ടിൽ BC 6-ാം നൂറ്റാണ്ടിൽ ബീഹാറിലെ ഒരു വലിയ ഫാമിലിയിൽ നിന്നാണ് ഈ വർദ്ധമാന മഹാവീരൻ വരുന്നത്. അദ്ദേഹം ജൈനമതം സ്ഥാപിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവർ അതിനകത്ത് ഇടപെട്ടിട്ട് ആ ജൈനമതത്തെ എങ്ങനെയൊക്കെ ആക്കി തീർന്നു എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്നത് വർത്തമാന മഹാവീരൻ എന്ന് പറയുന്നത് ജൈനമതത്തിൻ്റെ 24-ാമത്തെ തീർത്ഥാങ്കരനാണെന്നാണ് ഇവർ പുരാണം എഴുതുന്നത്. അതായത് അയാൾ ആദ്യത്തെ തീർത്ഥാങ്കരനാണ്, അല്ലെങ്കിൽ അയാളാണ് ഈ മതം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവർ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, അയാൾ 24-ാമത്തെ തീർത്ഥാങ്കരനാണ്. അതിന് മുമ്പ് 23 തീർത്ഥാങ്കരന്മാർ വേറെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ തീർത്ഥാങ്കരൻ്റെ പേര് ആദിശേഷൻ എന്നായിരുന്നു പറയുന്നത്. അതായത് മതത്തെ 24 തലമുറ അല്ലെങ്കിൽ 24 നൂറ്റാണ്ടുകളോളം പിന്നോട്ട് ഇവർ കൊണ്ടുപോകണം. അത്ര പുരാതനമായിരുന്നു ഈ ജൈനമതം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇവരുടെ രീതി അത് തന്നെയായിരുന്നു. അതേ രീതി തന്നെ അവർ ജൈനമതത്തിലും അഡോപ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ആ ആദിശേഷൻ അയോധ്യയിലെ രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹം മാരുതി ദേവിയുടെയും നാഭിരാജാവിൻ്റെയും പുത്രനായിട്ടാണ് ജനിച്ചത്. അങ്ങനെ ആദിനാഥനാണ് അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹം കൊച്ചുകുട്ടിയായിരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം അതുവഴി ഇന്ദ്രൻ വരികയും ഇന്ദ്രൻ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കരിമ്പിൻ്റെ തണ്ട് കൊടുക്കുകയും ആ കരിമ്പിൻ്റെ തണ്ട് വെറും 6-7 ദിവസമുള്ള കൊച്ചുകുട്ടി അത് പിടിച്ചു വാങ്ങുകയൊക്കെ ചെയ്തു, കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. അത് അപ്പോഴത്തേക്കും ആ പേരിലാണ് ഇക്ഷാകു എന്ന് പറഞ്ഞൊരു വംശം ഉണ്ടായത് എന്നൊക്കെയാണ് ഇവർ കഥയുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഇക്ഷാകു എന്നൊരു വംശാവലി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ കഥയാണ്. പിന്നെ അതുപോലെ തന്നെ ആദിനാഥനാണ് മൺകലത്തിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് ഭരതൻ രാജാവാകുന്നതും. ആ ഭരതൻ്റെ പേരിലാണ് പിന്നെ ഈ ഭാരതം ഉണ്ടായി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവർ ജൈനമതമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പം അങ്ങനെയാണെങ്കിലും ഇവരുടെ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ആദിനാഥനാണ്. അപ്പോൾ ആദിനാഥൻ്റെ പേരിലാണ് രാജ്യം അറിയപ്പെടുന്നത്, അല്ലാതെ ഭരതൻ്റെ പേരിലല്ല. കാരണം ഭരതനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ആദിനാഥനെക്കുറിച്ചാണ് ധാരാളം സവിശേഷമായ രീതിയിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെയാണ് ആദിനാഥൻ്റെ പേരിലായിരുന്നു രാജ്യം അറിയപ്പെടുന്നത്, അല്ലാതെ ഭരതൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അവിടെയും ഭരതൻ എന്ന പേര് അപ്രസക്തമാണ്. ദുഷ്യന്തൻ്റെ മകൻ ഭരതൻ്റെ പേര് പറഞ്ഞു, അതും അപ്രസക്തമാണ്. അപ്പോൾ അങ്ങനെ 2 അപ്രസക്തമായ ആളുടെ പേരിലാണ് ഭാരതം ഉണ്ടായതെന്ന് 2 തരത്തിൽ കഥ എഴുതിയിട്ടുണ്ട്. ഇനിയും കഥകൾ ധാരാളം കാണും. അപ്പം ഇതൊക്കെയാണ് ഇല്ലോജിക്കൽ പോയിൻ്റ്. അപ്പോൾ നമുക്കറിയാം, ഈ ജൈനന്മാരുടെ കഥ ഇവർ ഉണ്ടാക്കിയെടുക്കുകയും ജൈനന്മാരുടെ കഥയിൽ തീർത്ഥാങ്കരൻ 24-ാമത്തെ തീർത്ഥാങ്കരനാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഈ ജൈനന്മാരും ഇന്ദ്രൻ വരുന്നു, അതുപോലെ തന്നെ നാരദൻ വരുന്നു. എങ്ങനെ ഇത് ഹൈന്ദവ ദേവന്മാരെയും ഹൈന്ദവ നേതാക്കന്മാരെയൊക്കെ ഇത് ബന്ധപ്പെടുത്തി ഇവർ ജൈനന്മാരുടെ കഥ പറയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഇത്രമാത്രം സ്നേഹബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി നോക്കാം. അതായത് ഒരു തരത്തിലും അല്ലായിരുന്നു. കാരണം ഇത് ജനപദങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഗോത്രരാജ്യത്തിൽ നിന്ന് കിങ്ഷിപ്പ് ആയി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ശക്തന്മാരായ പല രാജാക്കന്മാർ വന്നു. അങ്ങനെ വന്ന രാജാക്കന്മാരിൽ ഒരു രാജവംശമായിരുന്നു നന്ദരാജവംശം. നമുക്കറിയാം, പ്രത്യോത, ഹരിയങ്ക, അതിനൊക്കെ ശേഷം വന്ന ശിശുനാഗ, അതിനൊക്കെ ശേഷം വന്ന ഒരു രാജവംശമായിരുന്നു നന്ദരാജവംശം. ഈ നന്ദരാജവംശത്തിലെ അന്ന് അക്കാലത്ത് ആദ്യം ഉണ്ടായ 3 കിങ്ഷിപ്പിന് ശേഷം അക്കാലത്തെ, അല്ലെങ്കിൽ അശോകൻ്റെ സാമ്രാജ്യം, അശോകനെ തൊട്ട് മുമ്പ് അത്രയും വലിയ 4 ആർമിയുള്ള ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ഈ നന്ദരാജവംശം. അതിലത്തെ രാജാവിൻ്റെ പേര് മഹാപദ്മനന്ദ. അദ്ദേഹം 16 ജനപദങ്ങളിലെ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളാണ്.
അദ്ദേഹത്തിൻ്റെ സേനയെ കണ്ടിട്ട് അലക്സാണ്ടർ പോലും ആക്രമിക്കാൻ മടിച്ചു പോകും. കാരണം അത്രയ്ക്ക് വലിയ സേനയായിരുന്നു. ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എളുപ്പമല്ലെന്ന് വെച്ചാൽ അലക്സാണ്ടർ പോലും അദ്ദേഹത്തെ ആക്രമിക്കാതെ വേറെ വഴിക്ക് പോകുന്നത്. അത്രയും വലിയൊരു സേന ഉണ്ടായിരുന്ന ആളാണ് ഈ മഹാപദ്മനന്ദ അല്ലെങ്കിൽ നന്ദരാജാവ്. അപ്പോൾ ഈ നന്ദരാജാവ് ആണ് ആദ്യമായിട്ട്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അളവ് തൂക്കത്തിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയതും അളവ് തൂക്കത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി ഡാമുകൾ പണിതു, കൃഷിസ്ഥലങ്ങൾ, മാർക്കറ്റ്, റോഡൊക്കെ ഉണ്ടാക്കി അദ്ദേഹം. അതുപോലെ തന്നെ ട്രഷറി ഉണ്ടാക്കി. എല്ലാ വരവ് ചെലവ്, അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടാക്സുകൾ, അതുപോലെ ചിലവാക്കുന്ന രീതി, ഇതിനെല്ലാം അദ്ദേഹം ട്രഷറി ഏർപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ടുള്ള ബുദ്ധി കൊണ്ടോ ബോധം കൊണ്ടോ ഒന്നാണെന്ന് നമ്മളിപ്പോൾ അവകാശപ്പെടുന്നത്. കാരണം അന്നത്തെ കാലത്ത് അലക്സാണ്ടറുടെ വരവിന് മുമ്പും പോലും ഇവിടെ അർമേനിയന്മാരും അതുപോലെ തന്നെ ഗ്രീക്കുകാരും ഇവിടെ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് അന്ന് എഴുത്തുകളൊക്കെ നടത്തിയത് അവരുടെ സഹായത്താലാണ്. അപ്പോൾ അവരുടെ ആണ് ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നതും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുകയും അതിൻ്റെ ഭരണം നടത്തുകയും എല്ലാം പഠിപ്പിച്ച് കൊടുത്തൊക്കെ ഇതുപോലെ ഈ ഗ്രീക്കുകാരും അതുപോലുള്ള അർമൈക് അതുപോലെ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സഹായം കൊണ്ടായിരിക്കും എന്തായാലും ഇദ്ദേഹം ട്രഷറി ഉണ്ടാക്കി, ഡാമുകളുണ്ടാക്കി, അതുപോലെ അളവ് തൂക്കത്തിനൊരു സ്റ്റാൻഡേർഡ് രീതികൾ കൊണ്ടുവന്നു. അങ്ങനെ പലതും ചെയ്തു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ബ്രാഹ്മണർക്ക് ടാക്സ് ഏർപ്പെടുത്തിയത്. അതുവരെ എങ്ങും ബ്രാഹ്മണർക്ക് ടാക്സ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹം മറ്റുള്ള എല്ലാവർക്കും ടാക്സ് ഉണ്ട്, ബ്രാഹ്മണർ എന്നും എക്സംഷനാണ്, അവർക്ക് ടാക്സ് ഇല്ല. ഇദ്ദേഹം ബ്രാഹ്മണർക്ക് ടാക്സ് അടിച്ചു. ഇദ്ദേഹം ബ്രാഹ്മണർക്ക് ടാക്സ് കഴിപ്പിക്കും. ബ്രാഹ്മണർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഇദ്ദേഹം ബ്രാഹ്മണ വിരോധിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ യാഗവും യജ്ഞവും ബലിയൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല, നിങ്ങൾ എന്ത് തൊഴിലും ചെയ്ത് ജീവിച്ചോ, പക്ഷേ ചെയ്യുന്ന തൊഴിലനുസരിച്ച് നിങ്ങൾ ടാക്സ് തരണം. അപ്പം യാഗം, യജ്ഞം അതുപോലുള്ള തട്ടിപ്പ് വേലകളൊന്നും നടത്താൻ അനുവദിക്കാതിരിക്കുകയും അതിലുപരി ചെയ്യുന്ന ജോലിക്ക് ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്തതോടെ ഇദ്ദേഹത്തെ ഇവർ വളരെ വെറുത്ത് ഇദ്ദേഹത്തെ ശപിച്ചു. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പല അസഭ്യങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നു. അദ്ദേഹത്തെയാണ് ഇവരെ കലി എന്ന് വിളിച്ചിരുന്നു. അന്ന് ഈ BC 341-43, അതായത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനാണ് ഇവർ കലിയുഗം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല പറയും. ഇന്ന് പിന്നെ അത് പൗരാണികമായിട്ട് ലക്ഷക്കണക്കിന് വർഷം മുന്നോട്ട് കാണിച്ച് വെറുതെ അതൊരു ശാസ്ത്രമായിട്ട് ഇങ്ങനെ കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കലിയുഗം തുടങ്ങുന്നത്, അല്ലെ അതിന് ആസ്പദമായിട്ടുള്ള കാരണം തുടങ്ങുന്നത് ഇതുപോലെ ഈ ജൈന രാജാവായ മഹാപദ്മനന്ദ ഇത് ബ്രാഹ്മണരുടെ മേൽ ടാക്സ് ഏർപ്പെടുത്തിയതും ബ്രാഹ്മണരുടെ മറ്റ് ഈ തട്ടിപ്പ് വേലകൾ എല്ലാം ബാൻ ചെയ്തതും കൊണ്ടാണ് അദ്ദേഹത്തെ ഇവർ കലി എന്ന് വിളിച്ചതും. കലി എന്നതും അദ്ദേഹത്തിന് തല പൊട്ടിത്തെറിക്കാനായിട്ട് ഇവർ യാഗം നടത്തുകയും ചെയ്തു. അങ്ങനെ തല പൊട്ടിത്തെറിക്കാൻ യാഗം ചെയ്തു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെടുത്തി അവർ പറഞ്ഞതുപോലെ കാട്ടിൽ വെച്ച് യാഗം ചെയ്യാൻ പോകണം, അതിങ്ങനെ തല പൊട്ടിത്തെറിക്കാൻ. ഉടനെ ഇദ്ദേഹം ഗതായുദ്ധ വീരനാണ്. ഈ ഗതായുദ്ധ വീരനായ ഈ മനുഷ്യൻ വലിയ ഗതയും കുറേ ആൾക്കാരെല്ലാം കൊണ്ട് കാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവർ വലിയ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് തല പൊട്ടിത്തെറിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കാട് മുഴുവൻ പുകയാണ്. ഇദ്ദേഹം പുകയെല്ലാം മാറിക്കഴിഞ്ഞ് അവിടെ നോക്കിയപ്പോഴത്തേക്കും നിൽക്കുന്നു. ആരുടെ തല പൊട്ടിത്തെറിക്കാനാണോ യാഗം ചെയ്യുന്ന അയാൾ തന്നെ മുമ്പിൽ നിൽക്കുന്നു. ബ്രാഹ്മണരെല്ലാം പേടിച്ചു പോയി. അയാൾ അവിടെ യാഗം നടത്തിക്കൊണ്ടിരുന്ന എല്ലാത്തിൻ്റെ തല തല്ലി പൊട്ടിച്ചു. എന്നിട്ട് ഇതുപോലെ പുരോഹിതർ ഇതുപോലെ യാഗയജ്ഞം നടത്തുന്ന സകല ആൾക്കാരെയും പിടിച്ച് ജയിലിടാൻ പറഞ്ഞു. ബ്രാഹ്മണൻ അന്ന് അവിടുന്ന് കെട്ടി ഓടി. അങ്ങനെ ഈ മഹാപദ്മനന്ദയുടെ നന്ദ രാജവംശത്തിൻ്റെ ആ സാമ്രാജ്യത്തിൽ നിന്ന് അന്ന് ഈ പുരോഹിതവർഗം കെട്ടി ഓടി ഇന്ത്യയുടെ നാനാം ദേശത്തേക്ക് ഓടിപ്പോവുകയും അങ്ങനെയാണ് അവർ സൗത്ത് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അതായത് BC 4-ാം നൂറ്റാണ്ടിൽ 341-43 കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. അങ്ങനെയാണ് ഇവർ സൗത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്തിയത് 4-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മറ്റും പല ഭാഗത്തും അവർ എത്തിപ്പെടാനുള്ള കാരണം ഈ ജൈന രാജാവായ മഹാപദ്മനന്ദയുടെ നന്ദരാജാവിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഓടിപ്പോയവരാണ്. അപ്പം അങ്ങനെയാണ് ഇവരുടെ റിലേഷൻ അങ്ങനെയാണ്. അപ്പം എന്നിട്ട് ഇവർ ഇന്ന് പറഞ്ഞു നടക്കുന്നതാണ് ഈ പറയുന്ന മഹാപദ്മനന്ദ ജൈന രാജാവിൻ്റെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു ചാണക്യന്മാർ ഇവർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ ഒരു മന്ത്രി അവിടെ ഇല്ല. ചാണക്യൻ എന്ന് പറയുന്ന മന്ത്രിയേ ഇല്ല. അവർക്ക് ബ്രാഹ്മണ വിരോധിയായിരുന്ന ഈ മഹാപദ്മനന്ദ ഒരിക്കലും ഒരു ബ്രാഹ്മണനെ മന്ത്രിയായിട്ട് വയ്ക്കത്തില്ല. കാരണം അന്നല്ല, ആ കാലഘട്ടത്തിൽ, ആ 500 വർഷത്തിൽ, ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇവർ ബ്രാഹ്മണ സേവ അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ഒരു സർവീസും
ഒരു രാജാവും ഈ മഹാപദ്മനന്ദ എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനോ അല്ലെങ്കിൽ ഹരിയങ്ക രാജവംശമോ അല്ലെങ്കിൽ ശിശുനാഗ രാജവംശമോ മൗര്യ രാജവംശമോ ആരും ബ്രാഹ്മണൻ്റെ യാതൊരു സേവകളും ഇവരെ ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. ഒരു ബ്രാഹ്മണനോ അന്ന് എങ്ങും മന്ത്രിയോ കേന്ദ്രിയോ തന്ത്രിയോ ഒന്നും ആയിരുന്നില്ല. കാരണം അവരന്ന് അക്ഷരവൈരികളായിരുന്നു. അന്നും ഏതാണ്ട് 11-13 നൂറ്റാണ്ട് വരെ അവർ അക്ഷരവൈരികളായിരുന്നു. അവരൊന്നും എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മന്ത്രിയാണ്, അല്ലെങ്കിൽ വലിയ ടീച്ചർമാരാണ്, അല്ലെങ്കിൽ അവർ ആലിൻ്റെയും മാവിൻ്റെ കീഴിൽ വെച്ച് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. അതിനൊന്നും യാതൊരു തെളിവുമില്ല. എല്ലാ തെളിവുകളും അതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പം AD 3-6 കാലഘട്ടത്തിൽ അപ്പോൾ വന്നവർ ഈ രാഷ്ട്രകൂടാസ്, ചാലൂക്യ, വകടക, കദംബ, കാലാച്ചൂരീസ്, കകാദിയ, 12-ാം നൂറ്റാണ്ടിലിരുന്ന ഹോയ്സലാസ്, ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ രാജവംശങ്ങളും ബ്രാഹ്മണർക്ക് എതിരായിരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണ ശത്രുക്കളായിരുന്നു. പിന്നെ അവർ ഈ പറഞ്ഞു വരുന്നതാണ്, ജൈന രാജാക്കന്മാർ എല്ലാവരും തന്നെ ബ്രാഹ്മണ വിരോധികളായിരുന്നു. അവർക്ക് ബ്രാഹ്മണരുമായിട്ട് എന്നും യുദ്ധം ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇവരെല്ലാം പോയതിന് ശേഷം ബുദ്ധിസം പോയത്, അതുപോലെ തന്നെ ബുദ്ധിസത്തെ തല്ലി ഒതുക്കിയ പോലെ തന്നെ ഇതെല്ലാം തല്ലി ഒതുക്കി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇതുപോലത്തെ കഥകൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കഥ ജൈനമതമായിട്ട് കൂട്ടിക്കെട്ടി. ഇപ്പം ജൈനമതത്തിനെ അവർ ഹിന്ദുമതത്തിൻ്റെ കൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജൈനന്മാർക്ക് പ്രത്യേകമൊന്നുമില്ല, വളരെ അപൂർവമായിട്ട് മാത്രം ജൈനമതക്കാരുണ്ട്. അവരുടെ ഹിന്ദുമതത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കൂടെ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് ഈ ആദിനാഥൻ്റെ കഥകളെല്ലാം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആദിനാഥൻ്റെയും മഹാവീരൻ്റെ കഥ അവർ എല്ലാം തല്ലിപ്പൊളിച്ചും മറ്റു പലതരത്തിൽ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ ഇന്ദ്രൻ ആദിനാഥനെ കാണാൻ പിന്നെ അന്ന് വന്നു എന്ന് പറയുന്നത് വെറും ശുദ്ധ അസംബന്ധമാണ്. പിന്നെ എന്താണ് എങ്ങനെയാണ് ഈ ഭാരതം എന്ന കഥകൾ പിന്നെ ശരിക്കുള്ള സോഴ്സസ് എന്തുമാണ്, ഒറിജിൻ? നമുക്കറിയാം, മഗധ, അവന്തി, ഉജ്ജയിൻ, കോസല മുതലായ ദേശങ്ങളിലെല്ലാം ബ്രാഹ്മണരുടെ ക്ഷത്രിയ വിരോധികളായ നാഗവംശികളെ ഭരണം പിടിച്ചെടുത്തെങ്കിലും അങ്ങ് പടിഞ്ഞാറ് പഞ്ചാബ്, നമ്മൾ പറഞ്ഞു 16 പ്രവിശ്യകളിൽ അവിടെയൊക്കെ ഇതുപോലത്തെ രാജാക്കന്മാരുണ്ടായിരുന്നു. മിക്കവരും ബ്രാഹ്മണ വിരോധികളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഈ മഗധ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ, ഈ ഈസ്റ്റ് ഇന്ത്യ ആ ഭാഗത്തൊന്നും ബ്രാഹ്മണ അല്ലെങ്കിൽ ക്ഷത്രിയ രാജാക്കന്മാരായിരുന്നു തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് പഞ്ചാബിനകത്ത് ചെനാബ് നദി മുതൽ അസീസ് നദി വരെയും ജലം നദി വരെ ഹൈഡാപ്പസ് എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്, ഹൈഡാപ്പസ് പ്രദേശം. അപ്പോൾ ആ പ്രവിശ്യയെ ഭരണം നടത്തിയ ഒരു മികച്ച പോരാളിയായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫൈറസ് എന്നായിരുന്നു. ഫൈറസ് ചേനാബ് നദി മുതൽ ജലം നദി വരെയുള്ള സ്ഥലത്തുണ്ട്. അദ്ദേഹം 336 മുതൽ 326 വരെ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരായിരുന്നു ഫൈരഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ലാഹോറായിരുന്നു. ഇന്നത്തെ ലാഹോറായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ തലസ്ഥാനം. അദ്ദേഹത്തിൻ്റെ അയൽരാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ആംബി, തക്ഷശില. അദ്ദേഹത്തിൻ്റെ അയൽരാജ്യമായ തക്ഷശില ഭരിച്ചുകൊണ്ടിരുന്ന ആംബി എന്ന രാജാവായിരുന്നു. അതൊരു ബ്രാഹ്മണനാണ്. അപ്പോൾ രാജ ആംബിക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യം വിസ്തൃതി കൂട്ടണം. അപ്പോൾ അയൽരാജ്യമായിട്ടുള്ളത് ഇതുപോലെ ഫൈരസിൻ്റെ ഭാരതമായിരുന്നു. ഈ ഭാരതത്തെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഫൈറസ് ഭയങ്കര പോരാളിയായിരുന്നു. അദ്ദേഹം മിടുക്കനായ രാജാവായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ യാതൊരു വഴിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ ഈഗോ ഉണ്ടായിരുന്നു. കാരണം ഇവർ വർണ്ണവ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ബ്രാഹ്മണ, ക്ഷത്രം, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെങ്കിലും ഒരു ക്ഷത്രിയനും രാജ്യം ഭരിക്കാൻ അവകാശം അല്ലെങ്കിൽ അവസരമൊന്നും കിട്ടിയിരുന്നില്ല. അതൊക്കെ ശക്തന്മാരായിട്ടുള്ള ദ്രാവിഡന്മാർ കൈക്കലാക്കി, അല്ലെങ്കിൽ നാഗവംശികൾ കൈക്കലാക്കി അവർ വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി. അവിടെയെങ്കിലും ക്ഷത്രിയനൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയെങ്കിലും ഈ ക്ഷത്രിയൻ രാജഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ബ്രാഹ്മണനോടെ സേവ ചെയ്യാൻ അവസരം അതൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അവർ തമ്മിൽ തന്നെ നേരത്തെ തന്നെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഈഗോ പ്രശ്നം കാരണം തമ്മിൽ ശത്രുക്കളായി. അങ്ങനെയാണ് ഈ രാജ ആംബി എന്ന ബ്രാഹ്മണൻ ഈ നമ്മുടെ ഫൈറസ് എന്ന ഭാരതത്തിൻ്റെ രാജാവായിരുന്ന ഫൈറസിനെ ഈ ചേനാബ് നദിയുടെ ജലം നദിയുടെ ആ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ഈ ഫൈറസിനെ എങ്ങനെയും തോൽപ്പിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ അദ്ദേഹം നോക്കിയിട്ട് അതിന് യാതൊരു വഴിയും കാണുന്നില്ലായിരുന്നു. ആ വഴി കാണാതെ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗ്രീക്ക് ചക്രവർത്തി അലക്സാണ്ടർ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള യാത്രാമധ്യേ വലിയ സേനയോടൊപ്പം ഹിന്ദുക്കുഷ് കടന്ന് ഖൈബർ പാസിന് ഇപ്പുറത്ത് അവിടെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന കാര്യം ഇദ്ദേഹം അറിഞ്ഞത്. ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ധാരാളം രത്നങ്ങളും മുത്തും പവിഴവും കുറേ സമ്മാനങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരാളെ പറഞ്ഞു വെച്ചു. ഇതുപോലെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു.
അദ്ദേഹത്തെ കൊണ്ട് ക്ഷണിച്ചു. ഇതുപോലെ എനിക്കൊരു ശത്രുവുണ്ട്, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇനിയും കൂടുതൽ ധനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലക്സാണ്ടറെ പോയി ചെന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ envy. എന്നാൽ രാജാമ്പി ഈ ഇത് അദ്ദേഹം സ്വീകരിക്കാൻ മടിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഇത്രയും വലിയ സേന ഈ സിന്ധു നദി കിടന്ന് അപ്പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ വരും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് രാജാമ്പി പറഞ്ഞു, ഞാൻ താങ്കളുടെ ഇത്രയും വലിയ സേന കടന്നു വരാനായിട്ട് വലിയ പാലം ഉണ്ടാക്കി തരാം നദിക്ക് കുറുകെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പാലം ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഇന്നത്തെ അറ്റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് തക്ഷശിലയുടെ പുറത്ത് അറ്റോക്ക് എന്ന സ്ഥലത്ത് ഒരു വലിയ പാലം ഉണ്ടാക്കി കൊടുത്തു സിന്ധു നദിക്ക് കുറുകെ ഈ ആമ്പി. അങ്ങനെ അലക്സാണ്ടർ ആ പാലത്തെ കൂടെ കടന്ന് അദ്ദേഹത്തിൻ്റെ വലിയ സേന ഇന്ത്യയിലെത്തി, അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെത്തി. അദ്ദേഹം ഈ ആംബിയുടെ ക്ഷണം സ്വീകരിച്ചെത്തുകയും ആംബിയുടെ ശത്രുവായ ഈ നമ്മുടെ ഫൈറസിനെ തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹൈഡപ്പസ് എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് ഹൈഡപ്പസ് യുദ്ധം എന്ന് പറയുന്നത് ഈ ആംബിക്ക് വേണ്ടി അലക്സാണ്ടർ ഫൈറസിനെ തോൽപ്പിക്കുന്ന യുദ്ധമാണ്. ഫൈറസ്, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് ഫൈരതം. അപ്പം ഇദ്ദേഹത്തെ തോൽപ്പിച്ചെങ്കിലും അലക്സാണ്ടർ കൊന്നില്ല. കാരണം ഭയങ്കര വീരശൂര പരാക്രമിയും അസാധാരണമായ മേയ്ക്കരുത്ത്, വാൾപ്പയറ്റ് ഇതെല്ലാം കണ്ടിട്ട് അലക്സാണ്ടർ അതിശയിച്ചു പോയി. ഇത്രയും മിടുക്കനായ രാജാവ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നില്ല. കൊല്ലാതെ അദ്ദേഹം ചെയ്തു, അദ്ദേഹം തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യം പിടിച്ചെടുത്തതിന് ശേഷം പിടിച്ചെടുക്കുന്ന രാജ്യത്തിൽ ഇദ്ദേഹം ഓരോ ആൾക്കാരെ നിയമിക്കും. അതായത് അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ നടത്താനും. അങ്ങനെയുള്ളവരുടെ പേര് അന്ന് ഗ്രീക്കിൽ പറയുന്ന സത്രാപ്പ്. അദ്ദേഹം ഈ ഫൈറസിനെ അദ്ദേഹത്തിൻ്റെ പിടിച്ചെടുത്ത രാജ്യത്ത് തന്നെ സത്രാപ്പായി നിയമിച്ചു. അതുതന്നെ വലിയ ഭാഗ്യം. ഏതായാലും കൊന്നില്ല, സത്രാപ്പായി നിയമിച്ചു അദ്ദേഹം. അപ്പം അങ്ങനെ ഫൈറസ് സ്വന്തം രാജ്യത്ത് ഒരു സത്രാപ്പായി നിയമിക്കപ്പെടുകയും അദ്ദേഹം അവിടുന്ന് ടാക്സൊക്കെ മേടിച്ച് അഡ്മിനിസ്ട്രേഷൻ നടത്തി ഇത് അയച്ചു കൊടുക്കണമായിരുന്നു. ആർക്ക്? അലക്സാണ്ടർക്ക് അയച്ചു കൊടുക്കണമായിരുന്നു. പിന്നെ അലക്സാണ്ടർ അപ്പം ഈ ഫൈറസ് ആരുടെ കയ്യിലായി? അലക്സാണ്ടറുടെ കയ്യിലായി. അപ്പം BC 321 അലക്സാണ്ടർ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോയി. അദ്ദേഹം മരണപ്പെട്ടപ്പോഴത്തേക്ക് ഹിന്ദുക്കുഷിന് ഇപ്പുറത്തുള്ള ദേശത്ത് സത്രാപ്പ് എല്ലാം കൂടി അടി ഒത്തിരി സ്ഥലം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ധാരാളം സത്രാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ സത്രാപ്പുകൾ എല്ലാം ഇവിടെ രാജാവാകാൻ വേണ്ടി അടിപിടി ഉണ്ടായി. അതിങ്ങനെ ഒരു ഏറ്റുമുട്ടൽ യൂഡിമസ് എന്ന് പറഞ്ഞ വേറൊരു സത്രാപ്പ് നമ്മുടെ ഈ ഫൈറസിനെ കൊല്ലുണ്ടായത് അല്ലേ. അങ്ങനെ ഈ ജലം ചേനാ നദിക്കെട്ടിൽ നിന്നൊരു ക്ഷത്രിയ രാജ്യമായിരുന്നു ഈ ഫൈരതം. ആ ഫൈരതത്തിൻ്റെ നിന്നാണ് ഈ ഭാരതം എന്ന പേര് വന്നത്. ഈ ഭാരതം എന്ന പേര് ഉണ്ടായത് ഫൈരതത്തിൽ നിന്ന് വരും. അപ്പം നമുക്ക് ഇങ്ങനെയൊരു ചരിത്രമില്ല, ഇങ്ങനെ ചരിത്രമുണ്ട്. നിങ്ങളുടെ ചരിത്രത്തിൽ ഒരു പേര് കേട്ടിട്ടുണ്ടോ? പോറസ് എന്ന് പറഞ്ഞ പേരുണ്ടോ? പോറസ്. ഈ പോറസ് എന്ന പേര് ഈ ഫൈറസിനെ ഗ്രീക്കുകാർ വിളിച്ചോ അല്ല അലക്സാണ്ടറൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഫൈറസ് എന്നല്ല, പോറസ് എന്നാണ്. അവരുടെ ചരിത്രത്തിലൊക്കെ ഇദ്ദേഹത്തെ എഴുതിയിട്ടുണ്ട്. അത് പോറസ് എന്നാണ് എഴുതിയത്. അങ്ങനെ പോറസിൻ്റെ രാജ്യം ഫൈരതമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോറസിനെക്കുറിച്ച് ധാരാളം സിനിമകളും പോറസിനെക്കുറിച്ച് ധാരാളം സീരിയലിലൊക്കെ ഹിന്ദിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ പേരിനകത്തെല്ലാം പോറസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഒരാളുടെ പേര് ഒരു വിദേശി വന്നിട്ട് ഒരു പേര് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വിദേശി പറഞ്ഞ് പേര് വിളിക്കുക, അതോ നമ്മൾ നമ്മുടെ പേര് വിളിക്കും. ഇപ്പം വിശ്വംഭരൻ എന്ന് പറഞ്ഞൊരു പേര്, അതിനെ വിഷംബർ എന്നാണ് ഗ്രീക്കുകാർ പണ്ട് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ വിദേശികൾ വിളിച്ചത് വിഷംബറിനാണ്. നമ്മൾ എവിടെയെങ്കിലും ആ പേര് രേഖപ്പെടുത്തുമ്പോൾ അയാളെക്കുറിച്ച് എന്തെങ്കിലും രേഖ എഴുതുമ്പോൾ നമ്മൾ വിഷംബർ എന്ന് പറയത്തില്ലല്ലോ, നമ്മൾ വിഷംബരൻ തന്നെ എഴുതില്ലേ പറയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫൈറസിൻ്റെ കാര്യത്തിൽ മാത്രം അത് ഫൈറസ് എന്ന് എഴുതാതെ അദ്ദേഹത്തെ പോറസ് എന്ന് എഴുതാൻ കാരണം ഫൈറസ് എന്ന് എഴുതിയാൽ ഫൈറസ് ഭാരതം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഇതിൻ്റെ ഭാരതം എന്ന പേര് ഉണ്ടായെന്ന് നമ്മളെല്ലാം അറിയും, നാട്ടുകാരറിയും. അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രീക്കുകാർ വിളിച്ച അതേ പേര്, ആ പോറസ് എന്ന പേരിൽ ഇവിടെ സീരിയലും ഇവിടെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ചില സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു യമൻ്റെ രാജാവൊന്നും ആയിരുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് അതൊന്നും ഇവിടെ എഴുതാത്തത്. അതൊരു നോട്ട് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് അതിനെക്കുറിച്ച് അവർ പറഞ്ഞത്. ഇദ്ദേഹം റൂളർ ഓഫ് ആൻ ഇൻസിഗ്നിഫിക്കൻ്റ് കിങ്ഡം എന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണോ? അല്ല. പിന്നെയോ ഈ ഭാരതം എന്ന പേരുണ്ടായതിൻ്റെ സോഴ്സ് ആരും അറിയരുത്. പിന്നെ അത് ക്ഷത്രിയ വംശക്കാരാണ്, അദ്ദേഹം ക്ഷത്രിയനായിരുന്നു, അതറിയരുത്. ക്ഷത്രിയ ബ്രാഹ്മണരുടെ ശത്രുക്കളായി മാറി, അതുകൊണ്ട് അത് അറിയരുത്. പിന്നെ ഇത് ബ്രാഹ്മണിക്കാക്കണം. അങ്ങനെ ബ്രാഹ്മണിക്കാക്കാൻ വേണ്ടി, ഹൈന്ദവമാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ പോറസിൻ്റെ ഈ കഥ അല്ലെങ്കിൽ ഫൈറസിൻ്റെ കഥ പറയാതിരിക്കുന്നതും അതുമായി ബന്ധിപ്പിക്കാതിരിക്കുന്നതും. അപ്പോൾ ഇതാണ് ഈ ഭാരതം എന്ന പേരിൻ്റെ ഇത്. ഭാരതം എന്ന പേരിൻ്റെ ഉറവിടം ഒരു ക്ഷത്രിയ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെയും പേരിലാണ് എന്ന് ആരും അറിയരുത് എന്ന നിർബന്ധം കൊണ്ടാണ് അത് പറയാതിരിക്കുന്നത്. അത് ബ്രാഹ്മണിക്കലായിരിക്കണം. അതിനാണ് ഇന്ദ്രൻ, ആദിനാഥൻ, ദുഷ്യന്തൻ, ഭരതൻ എന്നിവരെ വെച്ച് കള്ളക്കഥകൾ രചിച്ചത്. എന്നാൽ ഈ ഫൈറസിനെ നമ്മളറിയും,
അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു പോറസ്, ഗ്രീക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുണ്ട് ലൈനിലൂടെ പറയുന്നത്. ഗ്രീസ് എത്യോപ്യക് ടെക്സ്റ്റിലൂടെയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി പറയുന്നത് പുരുഷോത്തമെന്നും പൂർവ്വദേശമെന്നും ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പോറസ് എന്ന പേരിൽ സിനിമകളും സീരിയലൊക്കെ ഉണ്ട്, പക്ഷേ ആരും അതിനെക്കുറിച്ച് സത്യം ഇതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭാരതം എന്ന ദേശത്തിൻ്റെ പേരുണ്ടായത് ഫൈരസ് എന്ന ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാജ്യമായ ഭൈരതം എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് ഭാരതം എന്ന വാക്കുണ്ടായത്. ഇത് ആദിശേഷൻ്റെയോ അല്ലെങ്കിൽ ഋഷഭനാഥൻ്റെയോ അല്ലെങ്കിൽ ദുഷ്യന്തൻ്റെ മകനായ ഭരതൻ്റെയോ അല്ലെങ്കിൽ രാമൻ്റെ സഹോദരനായ ഭരതൻ്റെയോ ഒന്നും പേരിലല്ല. ഈ പേരുണ്ടായത് ചരിത്രപരമായി ചിനാബ് ജലം എന്ന നദിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ ദേശം ഭരിച്ചുകൊണ്ടിരുന്ന ഈ നമ്മുടെ ഫൈരസ് എന്ന ഒരു രാജാവിൻ്റെ പേരിൽ നിന്നാണ് ഇതുണ്ടായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം.